പ്രശാന്തേട്ടൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് സത്യം പറഞ്ഞാല് ബിറ്റ്സ് ആൻഡ് പീസസ് മാത്രമേ തോന്നും. ഫുൾ കഥയായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ക്യാരക്ടറിന്റെയും സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇന്റർവെൽ എന്നാണ് ഇന്ന സീക്വൻസ്. നമുക്ക് ചെറിയൊരു നമ്മളും ഈക്വലി എക്സൈറ്റഡ് ആണ് സിനിമ എങ്ങനെ പോകുന്നത്. ഞാൻ ഈ സിനിമയിലേക്ക് വരാൻ കാരണം ഞാൻ ഹോളിഡേയിൽ ഒരു മീറ്റിങ്ങിന് പോയത്. നീ പോലീസ് വേഷം ചെയ്യും, ഞാൻ ചെയ്യും, എന്നാ ശരിയെന്ന് പറഞ്ഞു. ഇത് എപ്പോഴും സിനിമയിൽ നടക്കുന്ന നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഡയറക്ടറെ പെട്ടെന്ന് കാണുമ്പോൾ അതിനൊരു സംഭവം വെച്ചിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, ഇമ്മീഡിയറ്റ്ലി എന്നെ ബിനു മുള്ളി ചേട്ടൻ വിളിക്കുന്നത് ഞാൻ പ്രോജക്റ്റിൽ ഇരുന്നാണ്. സോ അത് ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ ഇത്രയും നല്ലൊരു ടീമിന്റെ ഭാഗമാവുക. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ഒരു സിനിമയിൽ ഞാൻ പ്രസന്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ രണ്ടാമത്തെ പ്രോജക്റ്റിലാണ് ഇപ്പൊ ഞാൻ ഭാഗം. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറെ സാറിനെ മീറ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് എ പോലീസ് ഓഫീസർ നമുക്ക് എല്ലാവർക്കും അറിയാം സാറിന്, പക്ഷെ സിനിമയെ കുറിച്ച് സാറിന് ഇത്രയും നോളജ് ഉണ്ടെന്ന് എനിക്ക് ഈ മീറ്റിംഗിലൂടെ ഞാനൊക്കെ കേട്ടിട്ടുള്ള സിനിമകളും സീരീസൊക്കെ സാർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സാറിന് കൃത്യമായിട്ട് സിനിമ സ്ട്രക്ചറിനെ കുറിച്ചും റിയൽ ലൈഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതെങ്ങനെയാണ് സിനിമാറ്റിക് ആക്കുക അതിനെ കുറിച്ച് സാറിന് നല്ല ഐഡിയ ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയിരുന്നു. വലിയ സന്തോഷം. താടിയും പോവും എന്തായാലും പോണേ, എങ്ങനെയെങ്കിലും എടുക്കാൻ കുറെ നാളായിരുന്നു. അപ്പൊ ഞാൻ മുമ്പ് ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, സല്യൂട്ടിലാണ്. അപ്പൊ അതിനുശേഷം സാർ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരള പോലീസ് ചെയ്തു. പക്ഷെ ഈ താടി എടുക്കുന്ന കാര്യം താടി നമ്മുടെ ശബരിമല സ്ഥിതിയിലെ ഞങ്ങളെ പെർമിഷൻ കൊടുക്കും. പക്ഷെ ബാക്കി അതർ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ സാർ. ഈ അലർജി കേസ് ഒക്കെ വരുമ്പോഴേ നമുക്ക് താടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ സപ്പോസ് സേവ് ചെയ്താല് അലർജി കുറച്ച് ആൾക്കാർക്കുണ്ട്, അവർക്ക് ഇത് നമുക്ക് ചെയ്യാം. പക്ഷെ ശബരിമല സമയത്ത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടില്ല, കാരണം കുറച്ച് ആൾക്കാർ അവർ ആ സമയത്ത് സേവിങ് ചെയ്യുന്നുണ്ട്. സാർ സിനിമകളെ ഒരുപാട് മലയാള സിനിമയിൽ പോലീസ്, ഇപ്പൊ ഇതൊരു പോലീസ് സിനിമയാണ് സാർ. ഇതിന് മുമ്പ് പോലീസ് സിനിമകൾ മലയാളത്തിൽ കണ്ടിട്ടുണ്ടോ? ഏതായിരിക്കും സാറിന് കാണാത്ത സിനിമയിലുണ്ടോ പോലീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസിൽ സാറിന് ഇഷ്ടപ്പെട്ടു? നമ്മുടെ മലയാളം, ഞാൻ ഒരു കാര്യം നിഷാദിനെ പറഞ്ഞു, മലയാളം സിനിമ നമ്പർ 1 സിനിമയാണ് ഹോൾ ടോട്ടൽ കൺട്രി, അതിൽ സംശയമൊന്നുമില്ല. അവർ രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ മലയാളം ക്രൈം ത്രില്ലേഴ്സ് ആർ ഓൾസോ ദ ബെസ്റ്റ്. നമ്മുടെ നിഷാദ് പോലെ പിന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. അത് അവരുടെ പെർസെപ്ഷൻ വളരെ ഒരു ഇൻവെസ്റ്റിഗേഷനെ പറ്റി ഓർ ക്രൈമിനെ പറ്റി വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ അത് നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോ ആൻഡ് സ്ക്രിപ്റ്റ് ഈസ് ദ ഹീറോയിൻ. അതാണ് ഈ രീതിയിലാണ് ക്രൈം ത്രില്ലേഴ്സ് ആണ് പോകുന്നത്. സോ ഞാൻ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന ഞാൻ ഇവിടുത്തെ കമ്മീഷണർ ആയ സമയത്ത് എൻ്റെ ഇത് വച്ചിട്ട് പോലീസ് കമ്മീഷണർ ഫിലിം ഉണ്ടാക്കി, മിസ്റ്റർ സുരേഷ് ഗോപി, സാജി കൈലാസ്. അപ്പോൾ അത് ഒരുപാട് മുമ്പ് മൂവീസ്, നല്ല മൂവി, ദൃശ്യംന്റെ പാർട്ട് 2, പിന്നെ കുറേയൊക്കെ മൂവിയാണ്. യവനിക്കാന്റെ DVD ഇതുപോലെ എന്റെ വീട്ടിലുണ്ട്. All films are very good actually. Even ഞാൻ ഒരു ഫിലിം കണ്ടായിരുന്നു അടുത്ത കാലത്തെ, കോക്ടെയിൽ. Beautiful film actually. It's a Korean movie, original Korean movie. It's very beautifully done. Something like that. അതുകൊണ്ട് so I like the crime thrillers. I also like other things also. മലയാളം ഫിലിമിലെ ഞാൻ നിങ്ങൾ പറയാം, ഈ കമലദളം and Devasuram, these pictures also I have seen so many. And one of my very favorite films is Kumbalangi Nights. 6 times I have seen. Because I like that movie very much. It's a realistic approach. Very real. Ividutte thrillers also are very real. അത്ര അങ്ങനെ ഒരു ഡയലോഗ്സ് അങ്ങനെ ഒന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ട്. ഇപ്പോൾ അടുത്ത കാലത്തെ കുറച്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി വന്നല്ലോ, വെരി വെൽ മെയ്ഡ്. പക്ഷെ നിസാദിനെ വി ആർ എക്സ്പെക്ടിങ് ബെറ്റർ ബിക്കോസ് ഹി ഈസ് son of an IPS officer and who is a very good investigator. His father taught me investigation.